ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു ലൈനിങ് ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യാം. അതിന് വേണ്ടുന്ന തുണിയാണ് ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടേക്കുന്നത്. ഓക്കെ, ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ 4ആയിട്ട് ചുരിദാറിൻ്റെ ലൈനിങ് തുണിയാണ് ആദ്യം മടക്കിയിട്ടുണ്ട് കേട്ടോ. ലൈനിങ് ഉണ്ടാകുമ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയാണ് 4ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. മടക്കിൻ്റെ മുകൾ ഭാഗമില്ല കട്ട് ചെയ്യാത്ത 2ആയിട്ട് മടക്കിയിട്ട് വരുന്ന ഭാഗം മുകളിൽ നിൽക്കണം. ഇനി ഈ മടക്ക് സൈഡ് 4 ഭാഗം കൂടെ ചേർന്ന് ആ മടക്ക് സൈഡിൽ നമ്മുടെ വശത്ത് നിൽക്കണം. എന്നിട്ട് ഇവിടുന്ന് വേണം മുകളിലോട്ട് ഇറക്കം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യാത്ത ഭാഗം വരുമ്പോൾ നമുക്ക് സ്ലീവിന് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മടക്കിയിട്ടാൽ സ്ലീവിന് കട്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ മടക്കിയിടാവും. എപ്പോഴും 4ആയിട്ട് തുണി മടക്കിയിട്ടിട്ട് നമുക്ക് തുണി ലെവൽ ചെയ്യണം. നമ്മൾ കടക്കാരെങ്ങനെങ്കിലുമൊക്കെ ആയിരിക്കും കട്ട് ചെയ്ത് തരുന്നത്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തുണി ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങിന് 1.5 ഇഞ്ച് മടക്കി തയ്ക്കാം. 1.5 ഇഞ്ചോ 1 ഇഞ്ച് ആയാലും മതി. ഞാൻ 1 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് മടക്കി തയ്ക്കാം. അങ്ങനെ 1 ഇഞ്ച് കൂടെ നമുക്ക് മാർക്ക് ചെയ്യണം. എന്തിനാ? ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുന്ന നമുക്ക് അതിന് വേണ്ടി കേട്ടോ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് വേണം, ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തതനുസരിച്ച് ഇറക്കം എടുക്കാൻ. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ വേണ്ടുന്ന ഇറക്കം 46 46 വേണ്ടിയുണ്ട്. ലൈനിങ്ങിന് 2 ഇഞ്ച് കുറച്ചെടുക്കണം. അപ്പം 44 എടുക്കുന്നുള്ളൂ. മെയിൻ പീസിനേക്കാൾ 2 ഇഞ്ച് കുറവായിരിക്കും ലൈനിങ്ങിന്. 2 or 3 ഇഞ്ച് കുറയ്ക്കാം. ഞാൻ നെറ്റിൻ്റെ തുണിയായതുകൊണ്ട് 2 ഇഞ്ചേ കുറയ്ക്കുന്നുള്ളൂ. പിന്നെ കറക്റ്റ് ഒപ്പം നിൽക്കണം നമുക്ക്. അടിവാലെങ്കിൽ വൃത്തികേടായിരിക്കും. ഇപ്പം 44 ഇപ്പം ഞാൻ 1 ഇഞ്ച് അടിഭാഗം മടക്കി തയ്ക്കാൻ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടുന്ന ഇറക്കം 46 2 ഇഞ്ച് മൈനസ് ചെയ്ത് കേട്ടോ. മെയിൻ പീസ് എടുക്കുമ്പോൾ 46 തന്നെ എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം കണ്ട ഈ ഭാഗമാണ് നമ്മൾ കട്ടില്ലല്ലോ എന്ത് ചെയ്യുന്നത്, സ്ലീവിനെടുക്കുന്നത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ജോയിൻറ്റ് പോകത്തില്ലേ, ഷോൾഡർ ജോയിൻറ്റ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഷോൾഡർ എടുക്കുക. ഷോൾഡർ എനിക്കിവിടെ കിട്ടിയേക്കുന്നത് 14.5 ഷോൾഡർ കിട്ടിയേക്കുന്നത് 14.5. ഇപ്പോൾ 14.5 എടുക്കുമ്പോൾ അതിൻ്റെ പകുതി എടുക്കണം. 14.5 പകുതി 7.25 വരും അല്ലേ. ബാക്ക് നെക്ക് അനുസരിച്ചാണ് ഷോൾഡറിൻ്റെ ലെന്ത് കുറയ്ക്കും. ഇപ്പോൾ 4.5 എനിക്കിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 6.25 എടുക്കുന്നുള്ളൂ. ബാക്ക് നെക്ക് ഇറക്കുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെ ലെന്ത് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ഞെവൂരി വരും. അതിലൊരു കണക്കൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ ഫുൾ ഷോൾഡർ എത്ര കിട്ടിയ 14.5. 14.5 പകുതിയിൽ നിന്ന് എടുത്തേക്കുന്നത് 7.25. 7.25 നിന്ന് എനിക്ക് വേണ്ടുന്ന അനുസരിച്ചിട്ട് 1 ഇഞ്ച് കുറച്ച് കേട്ടോ. അതായത് 4.5 ഇഞ്ച് ബാക്ക് നെക്ക് വന്നുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ 7.25 നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 6.25 വരും അല്ലേ. അവിടെ നിന്ന് കൈക്കുഴി എന്ന് പറയുമ്പോൾ നമ്മൾ 6.5 ആംഹോൾ എന്ന് പറയും. 6.5 തന്നെ ഞാൻ എടുക്കുന്നു. ഇവിടാണ് ചെസ്റ്റ് 1. 6.5 എടുത്തിട്ട് നമ്മൾ ഇവിടെയും കൂടെ നോക്കണം കേട്ടോ. ഇങ്ങനെയും കൂടെ നോക്കണം. 6.5 എടുക്കുന്നു. എന്നിട്ട് ഇവിടാണ് ചെസ്റ്റ് വണ്ണം എടുക്കുന്നത്. ചെസ്റ്റ് വണ്ണം എടുക്കുക. എനിക്കിനി വേണ്ടുന്നത് ചെസ്റ്റ് വണ്ണമാണ്. ചെസ്റ്റ് വണ്ണം വേണ്ടത് ഇതിനകത്ത് 40. 40ൻ്റെ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തതാണ്. 40 ആകുമ്പോൾ 40ൻ്റെ 4ൽ 1 ഭാഗം 10 വരും. ലൂസ് കൂടെ കൂട്ടണം. ഒരു 3/4 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടുന്നു കേട്ടോ. 10.25 എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ലെന്ത് ഇതിനെടുക്കുക. നമ്മുടെ വയറിൻ്റെ നമ്മുടെ ഷോൾഡർ മുതൽ ഇവിടം വരെയുള്ള
നീളം നോക്കണം. ഇതിന് ഞാൻ 15, 14 പൊക്കമില്ലാത്തവർക്ക് 13, 14, 15 ഇങ്ങനെ എടുക്കാം. ഞാൻ ഇതൊരു മീഡിയം പൊക്കമാണ്, അപ്പോൾ ഇതൊരു 14 എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും മാർക്ക് ചെയ്യാം. സ്കെയിൽ നേരെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ കണ്ടു, വേസ്റ്റ് ഭാഗത്തെ ലൈൻ കണ്ടു. ഇനി നമ്മളെന്താ സ്ലിറ്റിൻ്റെ ഭാഗം, സ്ലിറ്റ് ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹിപ്പ് ഭാഗം കേട്ടോ. സ്ലിറ്റ് ഭാഗത്തെ ലെന്ത് 21 ഞാനിവിടെ നേരെ ടേപ്പ് വെച്ച് 21 മാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഒറ്റ ലൈനിൽ ഇങ്ങനെയുള്ള ലെന്തുകൾ കാണണം. അപ്പോൾ ഇറക്കം എടുത്തു, ഷോൾഡർ എടുത്തു, കൈക്കുഴി എടുത്തു, പിന്നെ ചെസ്റ്റ് ലൈൻ എടുത്തു, വേസ്റ്റ് ഭാഗത്തെ ലെന്ത് എടുത്തു, ഹിപ്പ് ഭാഗത്തെ ലെന്ത് എടുത്തു. അപ്പോൾ ഒറ്റ ടേപ്പിൽ നമുക്കിത് 3 മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞത്. അപ്പോൾ ടേപ്പ് ഇങ്ങനെ നേരെ ഇടുക, കൈക്കുഴി മാർക്ക്, ഷോൾഡർ കഴിഞ്ഞിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യുക, പിന്നെ ചെസ്റ്റ് വൺ മാർക്ക് ചെയ്യുക, വേസ്റ്റ് ഭാഗത്തെ ലെന്ത് മാർക്ക് ചെയ്യുക, പിന്നെ സ്ലിറ്റ് ഭാഗത്തെ ലെന്ത് മാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ലൈൻ കൊടുക്കുക. ഇനി ഈ ഓരോ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യണം. എനിക്ക് ഞാൻ കിട്ടിയല്ലോ 40 ചെസ്റ്റ് വണ്ണം വന്നത്. 3/4 ഇഞ്ച് ലൂസ് കൂട്ടി 40, 10.75, 4-ൽ ഒരു ഭാഗം എടുക്കും 10.75. ഇനി ഇവിടുത്തെ എത്ര വയറിൻ്റെ വേസ്റ്റ് ഭാഗം അതും 40 കേട്ടോ. അവിടെയും 40 വന്നേക്കുന്നത്. ലൈനിങ് വെട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മെയിൻ പീസിനേക്കാളും 2 ഇഞ്ച് കുറച്ചാണ് വെട്ടിയേക്കുന്നതെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ലൈനിങ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മെയിൻ പീസ് 4 ഇങ്ങനെ മടക്കിയിട്ടുണ്ട് കേട്ടോ. മെയിൻ പീസ് 4 മടക്കിയിട്ടിട്ട് നമുക്ക് വേണ്ടുന്ന വീതി ഇത്രയും മതി. അപ്പോൾ ഇത്രയും നമുക്ക് സ്ലീവിനോ വേറെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. പല 2 കറക്റ്റായിട്ട് അങ്ങ് മടക്കിയിടരുത്. നമ്മുടെ ഇവിടുത്തെ വീതി അനുസരിച്ച് വേണം നമ്മൾ മടക്കിയിടാൻ. അപ്പോൾ ഇങ്ങനെ വീതി എടുത്തു. ഇവിടെ നേരത്തെ എനിക്ക് 42, ഇവിടെ 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം മെയിൻ പീസിന് എനിക്ക് എത്ര എടുക്കാൻ വേണ്ടേ? 45. 45ൻ്റെ കൂടെ 45, പിന്നെ അതേപോലെ തന്നെ ഒരു 1.5 ഇഞ്ചാണ് മടക്കി തയ്ക്കാൻ അടിയിൽ വേണ്ടത്. പക്ഷെ ഞാനൊരു 2 ഇഞ്ച് എടുക്കുന്നത്. ഇവിടെ നെറ്റ് തുണിയായതുകൊണ്ട് നല്ല വീതിക്ക് നല്ലോണം മടക്കി തയ്ക്കാനും വേണ്ടി. അപ്പോൾ 45ഉം 2 47 എടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഇത് വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. തയ്ച്ച് വരുമ്പോൾ നമുക്ക് 45, അവിടെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് തയ്ച്ച് വരുമ്പോൾ തൂങ്ങിക്കിടക്കും. അത് ഒഴിവാക്കാനാണ് ആ ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതേപോലെ എടുക്കുമ്പോൾ നമ്മുടെ തുണി ബാലൻസിനെ കിടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ ഉപയോഗത്തിന് എടുക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ഭാഗം ഇവിടെ നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇത് ചേർത്ത് കട്ട് ചെയ്തെടുത്ത് ഈ ലൈനിങ് ലെവലായിട്ട് എടുത്ത് ഒരു ഇത്തിരി കൂടുതലിട്ടാലും ലൈനിങ് അങ്ങനെ നമ്മുടെ കറക്റ്റ് അളവ്. മെയിൻ പീസും ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ ബാലൻസ് ചെയ്യുന്നത് കട്ട് ചെയ്താലും മതി. ഞാനൊരു സ്വല്പം കൂട്ടിയെടുക്കുന്നു കേട്ടോ. മെയിൻ പീസും ലൈനും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം കൂടുതൽ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇത് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലിറ്റ് ഭാഗവും ഇത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് 2 ഇഞ്ച് ഞാൻ കൂട്ടി എടുത്തതിനാ. ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ടിക്കുമ്പോഴും ഇനി മടക്കി വെക്കാം.
അത് ഉരുട്ടി തയ്ക്കുന്ന മെഷീനുണ്ട് എനിക്ക്. അപ്പം നല്ല ഭംഗിക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? സ്ലീവ് വെട്ടണം അല്ലേ?